ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായി പഴുത്ത വലിയൊരു മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ: പഴുത്ത മാമ്പഴം വലുതൊരെണ്ണം ചെറുതായി നുറുക്കിയത്, ഉപ്പ് 1/2 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, തൈര് 1/2 കപ്പ്, ചിരവിയ നാളികേരം 1 കപ്പ്, പച്ചമുളക് 2 എണ്ണം, ജീരകം 1/4 ടീസ്പൂൺ, ശർക്കര ഒരു ചെറിയ കഷ്ണം, വേപ്പില 2 തണ്ട്, മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. മൺചട്ടിയിൽ മാങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. മാങ്ങ പഴുത്തതാണെങ്കിലും ചെറിയ പുളി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ ശർക്കര ഇടേണ്ട ആവശ്യമില്ല. ചിരവിയ നാളികേരത്തിൽ പച്ചമുളക്, ജീരകം, തൈര് എന്നിവ ചേർത്തതിന് ശേഷം വെണ്ണ പോലെ അരച്ചെടുക്കണം. വെന്ത മാമ്പഴത്തിലേക്ക് നാളികേരം അരച്ചത് ഒഴിക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ചെറുതായി തിള വരുമ്പോഴേക്കും സ്റ്റൗ ഓഫാക്കേണ്ടതാണ്. പാനിൽ വെളിച്ചെണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ഉണക്കമുളക്, വേപ്പില എന്നിവ ഇട്ട് മൂപ്പിച്ചെടുക്കുക. അത് കറിയിലേക്ക് ഒഴിക്കാം. നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.